നമ്മുടെ പരുന്നിൻ്റെ പുറത്തിരിക്കുന്ന കുരുവിയെ പോലെയാണ്. പറഞ്ഞ മനസ്സിലായി, ആ അവസ്ഥയാണ് അവർക്കുള്ളത്. പിന്നെ കോൺഗ്രസ് എന്തെങ്കിലും കൊടുത്താൽ അത് മേടിച്ചെടുക്കും, അതൊക്കെ ഉള്ളൂ. സാങ്കേതികമായി ഇങ്ങനത്തെ കണക്കുകൾ പറയാമെങ്കിലും കോട്ടയം ജില്ലാ പഞ്ചായത്ത് പോലും പാലാ നഗരസഭ തിരിച്ചു പിടിക്കാൻ പറ്റിയില്ല. താങ്കളുടെ ഒരു ഘട്ടം ആരാ തിരിച്ചു പിടിച്ചത്? ആർക്കും കിട്ടിയില്ല. ഞാൻ എന്താ പറഞ്ഞത്, സംഘടനാപരമായി ഞങ്ങളുടെ ആ സിറ്റുവേഷൻ സ്റ്റേറ്റസ് കോ ഞങ്ങൾ നിലനിർത്തി എന്നല്ലേ പറഞ്ഞുള്ളൂ. പക്ഷെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പരാജയപ്പെട്ടു, ഇല്ലാന്ന് പറഞ്ഞില്ലല്ലോ. പരാജയപ്പെട്ടു. ഈ പറയുന്ന സംഘടനാപരമായി കേരള കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവേ കേരള സംസ്ഥാനത്ത് കുറച്ച് വോട്ടുകൾ UDF പോയിട്ടുണ്ട്. എങ്കിലും 14 ജില്ലാ പഞ്ചായത്തുകൾ, 7 ജില്ലാ പഞ്ചായത്തും ഇപ്പോഴും LDFന്റെ ഇതിലാണ് എന്ന് പറഞ്ഞത് തകർന്നാണോ? അല്ലല്ലോ. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോഴും ഏതാണ്ട് 74 സീറ്റുകളിലാണ് UDF നിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നത് 80 എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് എടുത്ത് നോക്കിക്കോ. അപ്പോൾ അതിനകത്ത് കൃത്യമായി പറയട്ടെ, സംഘടനാപരമായി മധ്യ തിരുവിതാംകൂറിലും ഞങ്ങളുടെ സ്വാധീനമുള്ള പ്രദേശത്ത് നമ്മൾ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നിലനിർത്തി. അത് ഇനി പോരായ്മകളുണ്ട്, വീഴ്ചകളുണ്ട്, പരിശോധിക്കും. ഇതിനുവേണ്ടി വോട്ട് ചെയ്ത് പ്രവർത്തിച്ചവരോട് എല്ലാവരോടും നന്ദി പറയുന്നു. അതോടൊപ്പം ജനവിധി വളരെ വിനയത്തോടുകൂടി, ഞാൻ വീണ്ടും പറയുന്നു, വിനയത്തോടുകൂടി അത് സ്വീകരിക്കുന്നു. എന്താണ് ഇതിൻ്റെ വീഴ്ചകൾ പറ്റിയത് പൊതുവായിട്ട് സംസാരിച്ചെങ്കിലും ബാക്കി കാര്യങ്ങൾ ഇവിടെ LDFന്റെ കൺവീനർ സംസാരിക്കും. അതിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് വീണ്ടും അതായത് പരാജയപ്പെട്ടിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്ഷണിച്ചതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട്. അതിനകത്തെല്ലാം ഉത്തരവുണ്ടല്ലോ. ഞാൻ ഇപ്പൊ സംസാരിച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യല്ലേ. താങ്കൾ പറഞ്ഞ ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞ അതിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതാണ് ആ ചോദ്യം. അതിനകത്തെല്ലാം ഉണ്ട്. ആ ഉത്തരത്തിൽ എന്താണ്, സംഘടനാപരമായി കേരള കോൺഗ്രസ് എമ്മും ഇപ്പോഴും ശക്തി ആർജിച്ച് നിൽപ്പുണ്ടെന്നുള്ളതാണ്. CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് മധ്യ തിരുവിതാംകൂറിലും മലപ്പുറത്തും തിരിച്ചടി നേരിട്ടു എന്നാണ്. അപ്പൊ താങ്കളുടെ പാർട്ടിക്ക് അവിടെ ബേസ് ഉണ്ട്, അവിടെ ഈ നമ്പർ എന്ന് പറഞ്ഞു. പക്ഷേ ആ ഗുണം മുന്നണി കിട്ടിയിട്ടില്ല താങ്കളുടെ പാർട്ടി ഉള്ളതുകൊണ്ട്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? അതാ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഏറ്റക്കുറവുകൾ എല്ലാ ജില്ലകളിലും വന്നിട്ടുണ്ട്. ആ ഏറ്റക്കുറവുകൾ സംഘടനാപരമായ കേരള കോൺഗ്രസ് നിലനിർത്തി പോയിട്ടുണ്ട്. LDF ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ചില കുറച്ചുകൾ അവിടെ ഇവിടെ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് പരിശോധിക്കും. അത് പറഞ്ഞു, LDFന് കുറച്ച് നിൽക്കാനൊക്കെ പോയത്. അത് ആ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കും. അതിൻ്റെ ചർച്ചകൾ എന്താണെന്നുള്ളത് LDF കൺവീനർ സംസാരിക്കും. ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ ഒന്നുകൂടെ യോഗം ഉണ്ടാവും.